ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതെല്ലാം സ്കൂളിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വർക്ക് കാർഡുകൾ, നമ്പർ കാർഡുകൾ, അത്യാവശ്യം വേണ്ട പശ, പെൻസിൽ ഐറ്റംസ് സാധനങ്ങളെല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 വയസ്സ്, അതായത് മെൻ്റൽ ഏജ് കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3+, 4+ രീതിയിലുള്ള കളിത്തോണികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ഒന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട സമയം കിട്ടിയിട്ടില്ല. അപ്പം കളർ കാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പേഴ്സ് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചിഹ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മെറ്റീരിയലാണിത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഓൾറെഡി ഓട്ടോമാറ്റിക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. കുട്ടികൾക്ക് വേഗം തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലാണത്. പിന്നെ ഞാൻ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കട്ടി പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട്. അത് വെട്ടിയെടുക്കണം. ഞാൻ അത്യാവശ്യം കുറച്ച് വെട്ടി ക്ലിയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർഡുകളുടെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ആനിമൽസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പെറ്റ്സ് തിരിച്ചും എടുത്തിട്ടുണ്ട്. വ്യഞ്ജനാക്ഷരം ആദ്യം നമ്മൾ കാണിച്ചില്ല, ചിഹ്നങ്ങൾ ചേർക്കാനുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പാക്ക് ചെയ്യുന്നത്, അപ്പോൾ അതെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ അത്യാവശ്യം വേണ്ട ഐറ്റംസ് എല്ലാം, മാരകായുധങ്ങളടക്കം കത്തിയുണ്ട്, കത്രികയുണ്ട്, മാരകായുധങ്ങൾ എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ ക്രയോൺസ്, വാട്ടർ കളറിൻ്റെ ബ്രഷ് പെൻസ് ഉണ്ട്, സ്കെച്ച് പെൻ, അങ്ങനെ എല്ലാം. പിന്നെ പെയിൻറ്റ് മാറ്റാനുള്ളത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഒട്ടിക്കേണ്ട കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. എഴുതേണ്ട പേപ്പേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിൻ്റെ ബുക്ക്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നെ കുട്ടികളുടെ എല്ലാവരുടെയും ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതെല്ലാം വരുന്നത്. പിന്നെ എൻ്റെ ID കാർഡ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. അപ്പം ഏകദേശം സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനി സ്കൂൾ തുറന്നാൽ മതി, സ്കൂളിലേക്ക് റെഡി ആയിട്ട് പോകാവുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയ കുറച്ച് വർക്ക് ഷീറ്റുകളാണ്. അപ്പോൾ വർക്ക് ഷീറ്റുകളുടെ ഭാഗമായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആ വർക്ക് ഷീറ്റുകളൊക്കെ നോർമൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാനത് എൻ്റെ മക്കൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നമ്പേഴ്സുണ്ട്, വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. കണക്ക് കൂട്ടാൻ പഠിപ്പിക്കാനും കുറയ്ക്കാൻ പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഷീറ്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ബോൾസിൻ്റെ എണ്ണം പഠിപ്പിക്കാനായിട്ട്. അതിപ്പോൾ എടുത്ത് വെച്ചപ്പോൾ തല തിരിഞ്ഞു പോയി. എന്നാലും നോക്കുക, ഒരു ഗെയിമാണ് വിജയക്കൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലത്തെ 2-3 എടുത്തിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന പാകത്തിന്. പിന്നെ വീട്ടിലെത്താന്ന് പറഞ്ഞിട്ട് വേറൊരു ഗെയിമുണ്ട്, അത് കോയിൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. കോയിനും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം. ഇതെല്ലാം കോയിൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഗെയിംസാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമ്പർ ട്രാക്ക് അടുത്തൊരു ഗെയിമാണ്. ഇത് നമ്മൾ എലമെൻ്ററി കുട്ടികൾക്കാണ് കൂടുതലും കൊടുക്കുന്നത്. സെക്കൻഡറി കുട്ടികൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എലമെൻ്ററി കുട്ടികൾക്കാണ് കൂടുതലും കൊടുക്കുന്നത്. ഇതും കോയിൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാനുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ കുറേ ഇങ്ങനെ ഫോട്ടോ കോപ്പികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ കോപ്പി എടുത്തതിൽ ബാക്കി വന്ന കുറച്ച് 1 സൈഡ് പ്രിൻറ്റ് ചെയ്ത കുറച്ച് പേപ്പേഴ്സാണിത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ റെഡിയാക്കാൻ പോവാണ്. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണല്ലോ മെയിൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ ക്ലാസ് റൂമിൽ എന്ത് മാറ്റം വരുന്നതെല്ലാം ഉണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ആ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മാസത്തെയും ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ മാസത്തെയും, അപ്പോൾ നമ്മൾ അക്കാദമിക വർഷത്തിലെ ഫുള്ള് കാര്യങ്ങൾ നമ്മളതിനകത്ത് പ്രിപ്പയർ ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ലെസൺ പ്ലാൻസ്, ഓരോ കുട്ടികൾക്കും വേണ്ടി ലെസൺ പ്ലാനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെല്ലുമ്പോൾ അസസ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ഈ ഒരു ബേസിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി കുട്ടികൾക്കും എലമെൻ്ററി കുട്ടികൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ സെക്കൻഡറി എലമെൻ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് പറയത്തില്ല, പ്രിപ്പയർ ചെയ്ത് റെഡിയാണ്.